ആറുമാസമായി റോഡരികിൽ കിടക്കുന്ന മെറ്റൽ കൂനയും നിർമ്മാണ സാമഗ്രികളും യാത്രക്കാരുടെ ദുരിതമായി മാറുന്നു. ഇടുക്കി അടിമാലി കാംകോക്കോയ്ക്കുടിയിൽ റോഡിൽ ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും ഇത് ഗുരുതര തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി 6 മാസം മുമ്പ് റോഡരികിൽ ഇറക്കിയ മെറ്റലും പാറപ്പൊടിയും ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഇതുമൂലം റോഡിന്റെ ഉപയോഗയോഗ്യമായ വീതി കുറഞ്ഞ് വാഹനങ്ങൾ തമ്മിൽ കടന്നുപോകാനും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ദിവസവും ആശ്രയിക്കുന്ന റോഡിൽ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. നമ്മുടെ കാംകോ ജംഗ്ഷനിൽ നിന്ന് മണ്ണാങ്കാളിക്ക് പോകുന്ന പോക്കറ്റ് റോഡ്, ആ റോഡിൽ സൈഡിലായി കൂട്ടിയിട്ടിരിക്കുന്ന മണലും വിറ്റലും യാത്രക്കാർക്ക് വളരെയധികം ക്ലേശമുണ്ടാക്കുന്നതാണ്. അത് വളരെയധികം വിദ്യാർത്ഥികളും നാട്ടുകാരും നടന്നു പോകുന്ന ഒരു വഴിയായതുകൊണ്ട് അത് സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റിത്തരുന്നതിന് വേണ്ടി നടപടിക്കായി വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. മെറ്റൽ കൂനയുടെ എതിർവശത്ത് കോൺക്രീറ്റ് വൈദ്യുതി തൂണുകളും സ്ഥാപിച്ചതോടെ റോഡ് വീണ്ടും ഇടുങ്ങിയിരിക്കുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ മെറ്റൽ കൂനയും നിർമ്മാണ സാമഗ്രികളും അടിയന്തരമായി നീക്കി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.